ബസ്സിലെ തൊട്ടുമുന്നിലെ സീറ്റിൽ ഇരുന്ന് മഴങ്ങുന്ന പെൺകുട്ടിയുടെ കഴുത്തിലെ മാല അവളറിയാതെ പൊട്ടിച്ചെടുക്കുമ്പോൾ അവന്റെ കൈ നന്നായി വിറക്കുന്നുണ്ടായിരുന്നു. ജീവിതത്തിൽ ആരുടെയും ഒരു മുട്ടുസൂചി പോലും മോഷ്ടിക്കാത്ത അവനാണിപ്പോ. അവന്റെ മനസ്സിൽ ഇപ്പോ ഒന്നേയുള്ളൂ, അമ്മയും പെങ്ങളും. മരിക്കുന്നതിന് മുമ്പ് അച്ഛനുണ്ടാക്കി വെച്ച ബാധ്യതകൾ ഇന്നു ഞങ്ങളെ കിടപ്പാടം പോകുമെന്ന അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു. വീടും സ്ഥലവും പണയപ്പെടുത്തി അച്ഛൻ വാങ്ങിയ വായ്പയ്ക്ക് കടക്കാർ തന്ന അവസാന അവധിയും കഴിഞ്ഞിരിക്കുന്നു. പ്രായമായ അമ്മയെയും പെങ്ങളെയും കൊണ്ട് തെരുവിലിറങ്ങുന്നത് അവന് ചിന്തിക്കാവുന്നതിനപ്പുറമായിരുന്നു. കെട്ടുപ്രായമായ പെങ്ങൾക്ക് വരെ കടക്കാർ വില പറഞ്ഞപ്പോൾ മറ്റൊരു വഴിയും അവൻ കണ്ടില്ല. അവൾ നല്ല മഴക്കത്തിലായിരുന്നത് കൊണ്ടാവണം വലിയ ബുദ്ധിമുട്ടില്ലാതെ അവൾ അറിയാതെ മാല അവൻ പൊട്ടിച്ചെടുത്തു. മാല അത്യാവശ്യം വലുതായിരുന്നു, കാഴ്ചയിൽ പുതിയതും. ഏതോ കാശുള്ള വീട്ടിലെ പെണ്ണായിരിക്കും. ഈ മാല പോയാലും അവർക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകില്ല. അവൻ സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു. 2-3 ദിവസം ചെയ്തതിലുള്ള കുറ്റബോധം അവനെ വേട്ടയാടിയെങ്കിലും അമ്മയെയും പെങ്ങളെയും തെരുവിലിറക്കാതെ കൂടിയതിൽ അവൻ ആശ്വസിച്ചു. മാസങ്ങൾ കഴിഞ്ഞൊരു ദിവസം പെട്ടെന്നാണ് മുറ്റമടിച്ചുകൊണ്ടിരുന്ന അമ്മ പെട്ടെന്ന് തലചുറ്റി വീണത്. വീഴ്ചയിൽ അമ്മയുടെ തല ഒരു കല്ലിലടിച്ചു ചോര വാർന്നു കിടന്ന അമ്മയെയും കൊണ്ട് അടുത്തുള്ള ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ഓടിയെങ്കിലും മുറിവ് ആഴത്തിലുള്ളതിനായതിനാൽ പട്ടണത്തിലെ വലിയ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നു. ആംബുലൻസിൽ അമ്മയെ പട്ടണത്തിലെ ആശുപത്രിയിലേക്ക് മാറ്റി. സ്കാനിങ്ങും മറ്റ് ചികിത്സകളും കഴിഞ്ഞു 2 ദിവസത്തിന് ശേഷം അമ്മയെ മുറിയിലേക്ക് മാറ്റി. അടുത്ത ദിവസം രാവിലെ അമ്മയ്ക്കുള്ള കഞ്ഞിയും വാങ്ങി മുറിയിലെത്തിയപ്പോഴാണ് അവൻ അവളെ കണ്ടത്. അന്ന് ബസ്സിൽ വെച്ച് അവൻ മാല പൊട്ടിച്ചെടുത്ത ആ പെൺകുട്ടിയെ. പെട്ടെന്നൊരു നിമിഷം അവൻ സ്തംഭിച്ചു നിന്നുപോയി. അവളവിടുത്തെ നെയ്സായിരുന്നു. അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ട ഡ്യൂട്ടി അവൾക്കായിരുന്നു. നടക്കാനാവാത്ത അമ്മയുടെ എല്ലാ കാര്യങ്ങളും സ്വന്തം മകളെ പോലെ അവൾ നോക്കുമ്പോൾ അവനിലെ കുറ്റബോധം തലപൊക്കിക്കൊണ്ടിരുന്നു. ഉറങ്ങാതെ അമ്മയ്ക്ക് കാവലിരുന്നും സമയാസമയങ്ങൾ മരുന്ന് നൽകിയും അവൾ അമ്മയ്ക്കൊരു മകൾ കണക്കാക്കി. വളരെ പെട്ടെന്ന് തന്നെ അമ്മയുമായി അവൾ നല്ല അടുപ്പത്തിലായി. ഒരു നെയ്സിന്റെ കഷ്ടപ്പാടുകളും അവൻ നേരിട്ടറിഞ്ഞ ദിവസങ്ങളായിരുന്നു അത്. ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാതെ രാപ്പകൽ രോഗികൾക്കായി ഓടി നടക്കുന്ന അവളെ കണ്ടപ്പോൾ സഹതാപം തോന്നി. ഉള്ളതിനും ഇല്ലാത്തതിനും ഡോക്ടറിന്റെയും രോഗികളുടെയും ചീത്ത കേട്ടും അവരോട് പരാതി പറയാതെ മറ്റുള്ളവർക്കായി ഉറങ്ങാതിരിക്കുന്ന അവൾ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു. മോളുടെ കല്യാണം കഴിഞ്ഞതാണോ? കുത്തിവയ്പ് എടുക്കുന്നതിനിടയിൽ അവളോടൊരിക്കൽ അമ്മ ചോദിച്ചു. പെട്ടെന്ന് അവളുടെ മുഖം വാടിയെങ്കിലും വിഷമം കലർന്ന ഒരു പുഞ്ചിരിയോടെ അവൾ പറഞ്ഞുറപ്പിച്ച സ്വർണം സ്ത്രീധനമായി കൊടുക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് ഉറപ്പിച്ച കല്യാണം മാറിപ്പോയി. അതെന്ത് പറ്റി? അമ്മ മൂക്കത്ത് വിരൽ വെച്ചു. അവർക്കാകെ നിർബന്ധമുണ്ടായിരുന്നത് 20 പവൻ സ്വർണമായിരുന്നു. അത് കടം വാങ്ങിയും കൂടിയും വയ്യാത്ത അച്ഛൻ എങ്ങനെയോ തട്ടിക്കൂട്ടി അങ്ങനെ കല്യാണം ഉറപ്പിച്ചു. കല്യാണം ഉറച്ച പെണ്ണ് കാലിയായ കഴുത്തുമായി നടക്കേണ്ടെന്ന് അച്ഛൻ നിർബന്ധിച്ചിട്ട് ആ കല്യാണത്തിന് വാങ്ങി വെച്ചിരുന്ന ഒരു മാല ഞാനെടുത്തിട്ട് എന്നിട്ട് അമ്മ വിഷമത്തോടെ ചോദിച്ചു. അടുപ്പിച്ചുള്ള നൈറ്റ് ഡ്യൂട്ടി കാരണം ഒട്ടും ഉറങ്ങിയിരുന്നില്ല. അതിന്റെ ക്ഷീണം കൊണ്ട് വീട്ടിലേക്കുള്ള ബസ് കയറിയപ്പോൾ തന്നെ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ ബസ്സിൽ നിന്നിറങ്ങിയപ്പോഴാ കഴുത്തിൽ മാലയില്ല എന്നറിഞ്ഞത്. അവര് പറഞ്ഞ 20 പവൻ തികച്ചും കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർക്കത് മുഴുവിപ്പിക്കാൻ കഴിഞ്ഞില്ല. കരയാതിരിക്കാൻ അവൾ പാടുപെട്ടു. വേറെ നോക്കിയില്ലേ മോളെ? അമ്മ വിഷമത്തോടെ വീണ്ടും ചോദിച്ചു. നഴ്സിംഗ് പഠിച്ചതിന്റെ കടവും 2 അനിയത്തിമാരുടെയും അവരുടെ പഠനവും വയ്യാത്ത അച്ഛന്റെ ചികിത്സയും ഒക്കെയുള്ള എന്റെ പ്രാരാബ്ദം ആരേറ്റെടുക്കാൻ അമ്മേ? സ്ത്രീധനം കൊടുക്കാനും കാര്യമായിട്ടൊന്നുമില്ല. ഒരു തമാശ പോലെ അവൾ അവസാനിപ്പിച്ചെങ്കിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മോള് വിഷമിക്കണ്ട, മോളുടെ വിഷമമൊക്കെ മനസ്സിലാക്കുന്ന ഒരാൾ വരും. അമ്മയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. എനിക്കതല്ല വിഷമം, അച്ഛന്റെ വിഷമം കാണുമ്പോഴാ. അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ആ കല്യാണം ഉറപ്പിച്ചത്. പക്ഷേ അവൾ കരഞ്ഞുപോയി. അവളുടെ കഥ കേട്ടിരുന്ന അവൻ പോയി. അവൻ കാരണം ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം നഷ്ടപ്പെടുന്നവൻ ഒരിക്കലും കരുതിയിരുന്നില്ല. 2 ദിവസങ്ങൾക്കപ്പുറം അമ്മയെ ഡിസ്ചാർജ് ചെയ്ത ദിവസം ബില്ലടയ്ക്കാൻ പണത്തിനായി നെട്ടോട്ടമോടിയ അവന്റെ കയ്യിലേക്ക് അന്ന് കിട്ടിയ തന്റെ ശമ്പളത്തിന്റെ പകുതി തുക നൽകുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. കുറച്ചു കാലങ്ങൾക്കപ്പുറം തരക്കേടില്ലാത്തൊരു ജോലി കിട്ടിയ സമയം അമ്മയോടൊപ്പം അവളെ പെണ്ണ് ചോദിക്കാൻ പോയ അവനൊരു നിർബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ. പൊന്നും വേണ്ട, പണവും വേണ്ട, വേണ്ടത് അവനൊരു കൂട്ടും, അമ്മയ്ക്ക് സ്നേഹനിധിയായ മരുമകളും അല്ല മകളും.